നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കിന്ന് മലയാളം ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കറിയാം, കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയുമായിട്ട് മൊത്തം 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് 14ഉം 10ഉം അങ്ങനെ 24 പാഠങ്ങൾ പഠിക്കാനുണ്ട്. കേരള പാഠാവലിയിലെ പാഠഭാഗങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. 5 യൂണിറ്റുകളിലായിട്ട് 14 പാഠങ്ങൾ. മുൻവർഷങ്ങളിൽ 15 ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു പാഠം കുറച്ച് അത് 14 പാഠമാക്കി മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ യൂണിറ്റിൽ കാലാതീതം കാവ്യവിസ്മയം എന്ന യൂണിറ്റിൽ 3 പാഠങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നുള്ള ഓരോ യൂണിറ്റിലും 3 പാഠങ്ങൾ. അവസാനത്തെ യൂണിറ്റിൽ 2 പാഠം. മൊത്തം 5 യൂണിറ്റ്. അങ്ങനെ 4 യൂണിറ്റുകളിൽ 3 പാഠങ്ങൾ വീതവും ഒരു യൂണിറ്റിൽ 2 പാഠവും. 14 പാഠഭാഗങ്ങൾ. ആദ്യ യൂണിറ്റിലേക്ക് നമുക്ക് കടക്കാം. ഇതില് എത്രത്തോളം പാഠഭാഗങ്ങൾ ഈ വർഷത്തെ അധ്യയനത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ സെപ്റ്റംബറിലാണ് ക്ലാസ് തുടങ്ങുന്നതെങ്കിൽ, റെഗുലർ ക്ലാസ് തുടങ്ങുന്നതെങ്കിൽ ചിലപ്പോൾ പാഠ്യപദ്ധതിയിലെ പാഠഭാഗങ്ങളിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുമായിരിക്കും. പക്ഷേ അതെന്താണ് ഒന്നും അറിയാത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു ട്യൂഷൻ ക്ലാസ് ആയി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ പാഠഭാഗങ്ങളിലേക്കും കടക്കാതെ നിർവാഹമില്ല. ക്വാർട്ടർലി എക്സാമിനേഷന് വരുന്ന ആദ്യ 2 യൂണിറ്റുകളിലെ പാഠഭാഗങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതിലെ ഒന്നാമത്തെ യൂണിറ്റ്, അതിന്റെ പേര് കാലാതീതം കാവ്യവിസ്മയം എന്നാണ്. കാലാതീതം കാവ്യവിസ്മയം. കാലത്തെ അതിജീവിക്കുന്ന കാവ്യവിസ്മയങ്ങളെയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത്. 3 ക്ലാസിക്കൽ കൃതികളിൽ നിന്നെടുത്ത കുറച്ചു ഭാഗങ്ങൾ. അതിന് ആമുഖമായി സച്ചിദാനന്ദന്റെ ഒരു ചെറിയ കാവ്യശകലം. ഇത്രയാണ് ഈ യൂണിറ്റിൽ വരുന്നത്. കാലാതീതം കാവ്യവിസ്മയം. ആ പേര് എന്താണ് എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതാണ് ആ പേരിന്റെ ആ 1ാം യൂണിറ്റിന്റെ ടൈറ്റിലായി കൊടുത്തിരിക്കുന്ന കാലാതീതം കാവ്യവിസ്മയം എന്ന തലക്കെട്ടിന്റെ കൃത്യമായ നിർവചനം തന്നെയാണ് ഇതിലെ 3 പാഠങ്ങൾ. എഴുത്തച്ഛന്റെ, മലയാള ഭാഷയുടെ പിതാവ്, ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഒരു ഭാഗം, ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന ഒരു ഭാഗം. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട നമ്മുടെ ഏറ്റവും ശ്രദ്ധേയമായ നാടകം. കാവ്യേഷു നാടകം രമ്യം തത്ര ശാകുന്തളം മതം ശാകുന്തളോ ചതുർത്ഥംഗോ തത്ര ശ്ലോക ചതുഷ്ടയം എന്ന് ചൊല്ലു തന്നെയുണ്ട്. കാവ്യങ്ങളിൽ വെച്ച് ഉത്തമമായിരിക്കുന്നത് നാടകമാണ്. നാടകത്തിൽ ഏറ്റവും ശ്രേഷ്ഠം അഭിജ്ഞാന ശാകുന്തളം. ശാകുന്തളത്തിലോ ശ്രേഷ്ഠം അതിലെ 4ാം അംഗം. അതിലും ശ്രേഷ്ഠം ആ 4ാം അംഗത്തിലെ 4 പദ്യങ്ങൾ. അങ്ങനെ ഒരു ചൊല്ലു തന്നെയുണ്ട്. കാളിദാസന്റെ, ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്ന കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം നാടകത്തിലെ 7ാം അംഗത്തിലെ കുറച്ചു ഭാഗമാണ് ഋതുയോഗം എന്ന് പറയുന്ന 2ാമത്തെ പാഠം. 3ാമത്തെ പാഠം വിശ്വസാഹിത്യത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ വിക്ടർ യൂഗോ. വിക്ടർ യൂഗോയുടെ ലസ് മിസറബിൾ എന്ന് പറയുന്ന നോവലിന്റെ മലയാള പരിഭാഷയായ പാവങ്ങൾ, നാലപ്പാട്ട് നാരായണ മേനോന്റെ തർജിമ. അതിലെ ഒരു ചെറിയ ഭാഗമാണ് ഴാങ് വാൽ ഴാങ് ജയിൽ മോചിതനായി വന്ന ശേഷം വീണ്ടും ഒരു മോഷണം നടത്തുന്നതും അത് പിടിക്കപ്പെടുന്നതും അതിന് അദ്ദേഹത്തിന് ആ ക്രിസ്തീയ പുരോഹിതൻ മാപ്പ് കൊടുക്കുന്നതുമായ ഭാഗം. അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാവങ്ങൾ എന്ന പാഠഭാഗത്തിലുള്ളത്. ഇങ്ങനെ 3 പാഠങ്ങൾ. കാലത്തെ അതിജീവിച്ച 3 എഴുത്തുകാരുടെ കൃതികളിൽ നിന്നെടുത്ത ചെറിയ ചെറിയ ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ പാഠത്തിലേക്കും പോകുന്നതിന് മുമ്പേ ആമുഖമായിട്ട് സച്ചിദാനന്ദന്റെ ഒരു ചെറിയ കാവ്യശകലം കൊടുത്തിട്ടുണ്ട്. അതിതാണ്: കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ, ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്ന പോലെ. കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ. ഇത് ആമുഖമായി കൊടുത്തതിന്റെ പിന്നിൽ നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗങ്ങളും തമ്മിൽ എന്ത് ബന്ധം? അതിനെപ്പറ്റി ഇന്ന് പറയാം. സച്ചിദാനന്ദൻ എന്ന കവിയെപ്പറ്റി സൂചിപ്പിക്കാതെ
അത് പറയുന്നത് ശരിയല്ല. നമുക്കറിയാം, മലയാളത്തിന്റെ ആധുനിക കവിതയുടെ വക്താവും പ്രായോക്താവും വ്യാഖ്യാതാവുമായ കവിയാണ് സച്ചിദാനന്ദൻ. എഴുത്തച്ഛൻ എഴുതുമ്പോൾ പോലുള്ള, മലയാളം പോലുള്ള, ഇവനെക്കൂടി പോലുള്ള വളരെ ശ്രദ്ധേയങ്ങളായ ഒരുപാട് കാവ്യസമാഹാരങ്ങൾ, മാത്രമല്ല അനേകം പാശ്ചാത്യ കൃതികളുടെ മലയാള പരിഭാഷ കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയങ്ങളായ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ, എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ, വയലാർ അവാർഡ്, ഇതൊക്കെ നേടിയ കവിയാണ് സച്ചിദാനന്ദൻ. അതോടൊപ്പം തന്നെ സച്ചിദാനന്ദന്റെ ഈ കവിതയിൽ പറയുന്നത്, കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ എഴുത്തച്ഛനെ, മലയാള കവിയായ എഴുത്തച്ഛനെ പഠിക്കുന്നു. സംസ്കൃതത്തിൽ കാവ്യങ്ങളും നാടകങ്ങളും എഴുതിയ കാളിദാസനെ പഠിക്കുന്നു. ഫ്രഞ്ച് ഭാഷയിൽ, ഫ്രാൻസിൽ ജീവിച്ച ഫ്രഞ്ച് ഭാഷയിൽ കവിതകളും നാടകങ്ങളും നോവലുകളും എഴുതിയ വിക്ടർ ഹ്യൂഗോയെ പഠിക്കുന്നു. അപ്പോൾ 3 ഭാഷകളിൽ, 3 ലോകത്ത്, 3 കാലത്ത് പിറന്ന 3 കൃതികൾ. BC 1-ാം ശതകത്തിൽ എഴുതപ്പെട്ട കൃതി എന്ന് വിശ്വസിക്കപ്പെടുന്ന കാളിദാസ കൃതികൾ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടത്. 18-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ എഴുതപ്പെട്ട കൃതി, 18-19 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് ലെസ് മിസറബിൾ അഥവാ പാവങ്ങൾ. അതും ഫ്രാൻസിൽ. 16-ാം നൂറ്റാണ്ടിൽ മലയാളത്തിൽ എഴുതപ്പെട്ട കൃതി ആണ് അധ്യാത്മരാമായണം, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ. അപ്പൊ 3 കാലഘട്ടത്തിൽ, 16-ാം നൂറ്റാണ്ട്, 18, 19 നൂറ്റാണ്ട്, BC 1-ാം ശതകം. അപ്പൊ ഈ 3 കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട 3 കൃതികൾ, 3 ഭാഷയിൽ രചിക്കപ്പെട്ട 3 കൃതികൾ. പക്ഷേ ഈ 3 കൃതികളിലും പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും പ്രസക്തമാവുന്നു എന്നുള്ളതാണ് കാലത്തെ അതിജീവിക്കുന്ന കാവ്യവിസ്മയങ്ങളാക്കി ഇവയെ മാറ്റുന്നത്. മിക്ക എഴുത്തുകാരുടെയും, ഒരുപക്ഷെ പ്രതിഭാസമ്പന്നരായ മിക്ക എഴുത്തുകാരുടെയും, നമ്മൾ ഇതുവരെ 9ാം ക്ലാസ് വരെ പഠിച്ച പാഠങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വർഷം പഠിക്കുന്ന പാഠങ്ങളും അങ്ങനെയാണ്. അവ ഇന്നലെ എഴുതിയതാണെങ്കിലും അത് ഇന്നിന്റെയും നാളെയുടെയും കൂടി കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. വിശ്വമഹാകാവ്യങ്ങൾ എടുത്തു പരിശോധിച്ചാൽ, നമ്മുടെ ഇതിഹാസ കൃതികൾ, രാമായണവും മഹാഭാരതവും എടുത്തു പരിശോധിച്ചാൽ, മഹാഭാരതത്തെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് 3ാമത്തെ യൂണിറ്റിൽ മഹാഭാരതവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ പഠിക്കാനുണ്ട്. ലോകത്ത് ഉള്ളത് മുഴുവൻ ഇതിലുണ്ട്. അത് ഇന്നലെയുടെ കഥയാണ്, ഇന്നിന്റെ കഥയാണ്, നടക്കാൻ പോകുന്ന നാളെയുടെ കഥയാണ് എന്ന്. അപ്പം ഒരു കൃതി കാലത്തെ അതിജീവിക്കുന്നത് അതിലെ പ്രതിപാദ്യ വിഷയം എപ്പോഴും നടക്കുന്ന സംഭവങ്ങളാവുമ്പോഴാണ്. ഇവിടെ ആമുഖമായി കൊടുത്ത ആ വരികളിലേക്ക് തന്നെ നമുക്ക് പോകാം. കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്ക് സംശയം ഉണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞു, വിക്ടർ ഹ്യൂഗോ എഴുതുന്നത് ഫ്രഞ്ച് ഭാഷയിലാണ്, കാളിദാസൻ എഴുതിയ സംസ്കൃതത്തിലാണ്, എഴുത്തച്ഛൻ മലയാളത്തിൽ, അങ്ങനെ ഹിന്ദിയിലും തമിഴിലും ഒക്കെ എഴുതിയ കവികളുണ്ട്, എഴുത്തുകാരുണ്ട്. ലോകത്തുള്ള വ്യത്യസ്ത ഭാഷകൾ എഴുതിയ. പിന്നെ എങ്ങനെയാണ് കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ എന്ന് വരിക? അടുത്ത വരി അത് വ്യാഖ്യാനിക്കുന്നു. തത്തകളെയും ഇലകളെയും ഗൗളികളെയും പോലെയെന്ന്. നമുക്കറിയാം, തത്തകൾ, അവർക്ക് ഒരു ഏറ്റുപറയുന്ന ഒരു സ്വഭാവമുണ്ട്. കിളികൾ, പ്രപഞ്ചത്തിന്റെ ഈ പ്രകൃതിയുമായിട്ടുള്ള ഒരു ഇഴചേരൽ, ഒരു ബന്ധം അവിടെ നമുക്ക് വായിച്ചെടുക്കാം. പ്രകൃതിയെപ്പറ്റി, ജീവിതത്തെപ്പറ്റി, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇഴുകിച്ചേർന്നിട്ടുള്ള ജീവിതമാണ് ഈ ലോകത്ത് അനിവാര്യം എന്നതിനെപ്പറ്റി ഈ കവികളൊക്കെ പാടിയിട്ടുണ്ട്. അതിന് നമ്മൾ ആഘാതം സൃഷ്ടിക്കുമ്പോൾ അത് എത്രത്തോളം ഭീകരമായ അവസ്ഥയാണ് മനുഷ്യൻ ഉണ്ടാക്കുക എന്നുള്ളതും ഈ കവികൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കാളിദാസന്റെയൊക്കെ അഭിജ്ഞാന ശാകുന്തളം നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം നോക്കിയാൽ മതി. മാനും മുല്ലയും, ദീർഘാഭാങ്കൻ എന്ന മാൻകുട്ടിയും വനജോത്സ്ന എന്ന മുല്ലവള്ളിയും ഇല്ലാതെ നമുക്ക് ശാകുന്തളം വായിക്കാൻ പറ്റില്ല. മഹാഭാരതത്തിലെ വനപർവം, കാടതിൽ പ്രധാന കഥാ സന്ദർഭം നടക്കുന്ന ഒരു പ്രധാന ഭാഗമാണ്. കാട്ടിലാണ്. 14 വർഷത്തെ വനവാസം, 12 വർഷത്തെ വനവാസം കാട്ടിൽ വെച്ചാണ് നടക്കുന്നത്. രാക്ഷസന്മാരും പക്ഷിമൃഗാദികളും വാനരന്മാരും അതിലെ കഥാപാത്രങ്ങളാവുന്നുണ്ട്. രാമായണവും അങ്ങനെ തന്നെയാണ്. 14 വർഷത്തെ വനവാസം, ആ വനവാസകാലം വാനര രാക്ഷസ വ്യൂഹത്തിന്റെ കൂടെയൊക്കെ ഉള്ള കഥാ സന്ദർഭങ്ങളുണ്ട്. അപ്പൊ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പഴയ എല്ലാ സാഹിത്യകൃതികളിലും അതുണ്ട്. ഇലിയഡിലും ഒഡീസിയിലുമുണ്ട്. കടലിലൂടെയുള്ള യാത്ര, അതിന്റെ സാഹസികതകൾ, ഇതൊക്കെ ലോകോത്തര സാഹിത്യകൃതികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഈ വരികളിൽ നമുക്ക് മറ്റൊരു ധ്വനി, ഈ
കിളിപ്പാട്ടായിട്ടാണ് എഴുത്തച്ഛൻ കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്നു. ഈ പക്ഷികൾ ആകാശം കണ്ട് പാടുന്ന പക്ഷികളെ പോലെയായിരിക്കണം കവികൾ എന്ന് ONV മറ്റൊരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷിയായാൽ ആകാശം കണ്ട് പാടണം. കവികളും അങ്ങനെയാണ്, പക്ഷികളെ പോലെയായിരിക്കണം. തന്റെ കൂട്ടിലിരുന്നിട്ട് തന്റെ ചുറ്റുപാടിനെ പറ്റി മാത്രമല്ല, അവർ ലോകത്തെ പറ്റിയാണ് പാടുന്നത്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് വിഷയമാവും. അതുപോലെ തന്നെയാണ് കവികളും, തത്തകളെ പോലെ ഏറ്റുപറയുന്നവരാണ് തത്തകൾ. നമുക്കറിയാം, ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന കിളികളെ നമുക്കറിയാം. ആ കിളിമൊഴിയുടെ പ്രത്യേകത. അതുപോലെ തന്നെയാണ് ഇലകളുടെ ഒരു വൃക്ഷത്തിലെ ഇലകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം അതിന് ഒരു ഒരുമയുണ്ട്. ആലിന്റെ മുകളിലുള്ള ഇലകളെല്ലാം, പ്ലാവിന്റെ മുകളിലുള്ള ഇലകളെല്ലാം, അല്ലെങ്കിൽ മാവിന്റെ ഏത് വൃക്ഷങ്ങളെടുത്ത് പരിശോധിച്ചോ അതിന് ആ ഒരു സമാനത. അതൊരിക്കലും വ്യത്യസ്തമാവില്ല, വ്യത്യസ്ത സ്വഭാവം പ്രകടിപ്പിക്കില്ല. ആ ഒരു സസ്യജാലങ്ങളിൽ നമ്മൾ കാണുന്ന ആ ഒരുമയുടെ, ആ സമത്വത്തിന്റെ, ആ സമഭാവനയുടെ പ്രതീകങ്ങളാവണം കവികൾ. ഗൗളികളെ പോലെ, ഗൗളികൾ നമുക്കറിയാം പക്ഷിമൃഗാദികളുടെ പ്രതീകമായിട്ട്, നമ്മുടെ ദിനോസറുകളുടെയൊക്കെ പരിണാമത്തിന്റെ ഫലമായിട്ടുള്ള ചെറിയ ഒരു ജീവജാലമായിട്ട് നമ്മൾക്ക് പല്ലികളെ നമ്മൾ പഠിക്കാറുണ്ട്. ദിനോസറുകളുടെ ചെറിയ രൂപം. അതിന് മറ്റൊരു തലവും കൂടിയുണ്ട്. പല്ലികൾ ചിലയ്ക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അത് സത്യമെന്ന്, പ്രവചനാത്മകത. അപ്പോൾ ഗൗളികളുടെ ആ പ്രവചനാത്മകത, ഗൗളി ചിലക്കുമ്പോൾ അത് സത്യം എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെയാണ്, അത് അന്ധവിശ്വാസമൊന്നും എന്തോ ആവട്ടെ, നമ്മുടെ ആ ഒരു പ്രവചനാത്മകത. പക്ഷിമൃഗാദികൾ അങ്ങനെ പ്രവചനാത്മക സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട്. വലിയ ദുരന്തങ്ങൾ, പ്രകൃതി വരുന്ന വലിയ ദുരന്തങ്ങൾ ഒരുപക്ഷെ മനുഷ്യനേക്കാളും പെട്ടെന്ന് ഗ്രഹിക്കാൻ പക്ഷിമൃഗാദികൾക്ക് സാധിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ നമ്മളെക്കാൾ ബുദ്ധിയില്ല എന്ന് പറയുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പ്രളയം വരുമ്പോഴും അതുപോലെ തന്നെ വലിയ രോഗങ്ങൾ വരുമ്പോഴും വലിയ ഭൂമി കുലുക്കം പോലുള്ള സംഭവങ്ങൾ വരുമ്പോഴൊക്കെ അവർ തിരിച്ചറിയുന്നതിന്റെ ഫലമാണ്. സുനാമിയൊക്കെ വന്ന സമയത്ത് നമ്മളെ ഈ കെട്ടിയിടപ്പെടാത്ത പക്ഷിമൃഗാദികൾ മരിച്ചത് വളരെ കുറവാണ്. അതൊക്കെ നമ്മൾ നിരീക്ഷിച്ചതാണ്. അപ്പൊ അതുപോലെയുള്ള ആ ഒരു പ്രവചനാത്മകത, ഗൗളികളുടെ പ്രവചനാത്മകത, തത്തകളുടെ ആ ഏറ്റുപറച്ചൽ, പകർന്നുകൊടുക്കൽ, മറ്റു തലമുറക്ക്, അടുത്ത തലമുറക്കുള്ള പകർന്നുകൊടുക്കൽ, ഇലകളുടെ ആ ഒരു സാർവലൗകികത, ആ ഒരേ ഒരുമ, ഇതൊക്കെ കവികൾക്കുണ്ടായിരിക്കണം. പിന്നെ മനുഷ്യനും പ്രകൃതിയും ഈ ഭൂമിയിലെ സർവ്വജീവജാലങ്ങളും ചേർന്നിട്ടുള്ള ഒരു സമ്മിശ്ര ജീവിതം, ആ ജീവിതത്തെപ്പറ്റി, ആ ലോകത്തിന്റെ ആ ജീവിതത്തെപ്പറ്റിയാണ് കവികൾ പാടിയിട്ടുള്ളത്, ഇനിയും പാടേണ്ടത്. ആ പാട്ടുകളാണ്, അല്ലെങ്കിൽ ആ കഥകളാണ്, ആ നാടകങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗങ്ങൾ എന്നുള്ളൊരു ആമുഖമാണ് സച്ചിദാനന്ദൻ ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. ആദ്യ പാഠഭാഗത്തിലേക്ക് പോകുമ്പോൾ നമുക്കത് ബോധ്യമാകും. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു എന്ന് കരുതുന്ന അധ്യാത്മരാമായണത്തെ ഉപജീവിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു കൃതി, സംസ്കൃതത്തിൽ എഴുതപ്പെട്ട അധ്യാത്മരാമായണം. വാൽമീകി രാമായണത്തെ അല്ല എഴുത്തച്ഛൻ ഉപജീവിച്ചിട്ടുള്ളത്. ഭക്തിപ്രസ്ഥാനവും അതിന്റെ പശ്ചാത്തലവും ഒക്കെയാണ് അങ്ങനെ ഒരു കാവ്യരചനയ്ക്ക് എഴുത്തച്ഛനെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അത് നമുക്ക് നേരിട്ടുള്ള ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ വിശദീകരിച്ച് പറയാൻ പറ്റും. ഈ ഓൺലൈൻ ക്ലാസിന്റെ പരിമിതികളിൽ അത്ര വിശദമായിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, 3 കൃതികളാണ് എഴുത്തച്ഛൻ്റെതായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. ഭാഷയുടെ പിതാവ് എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിക്കുന്നതിന് കാരണമുണ്ട്. എഴുത്തച്ഛന് മുമ്പ്, എഴുത്തച്ഛന് ശേഷം, ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് നമ്മുടെ ഭാഷയെ തിരിക്കാം. 9-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ കൃതികൾ ഉണ്ടായിട്ടുണ്ട്, കാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാമചരിതം പോലുള്ള കാവ്യങ്ങൾ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. കണശരാമായണം, രാമകഥാപ്പാട്ട്, അങ്ങനെയുള്ള കൃതികളൊക്കെ. തമിഴുമായിട്ടുള്ള ബന്ധം, ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം യതുക മോന വൃത്ത വിശേഷയുക്തം പാട്ട് എന്ന് ലീലാതിലകകാരൻ ലക്ഷണം പറയുന്ന പാട്ട് ശാഖയിൽപ്പെട്ട കൃതികൾ. പിന്നീട് ഭാഷാ സംസ്കൃത യോഗ മണിപ്രവാളം എന്ന് പറയുന്ന മണിപ്രവാളം, ഭാഷയും സംസ്കൃതവും ചേർന്ന മണിപ്രവാള കൃതികളുടെ കാലം 14-ാം നൂറ്റാണ്ട് വരെ ഇങ്ങനെയായിരുന്നു. അതിനുശേഷമാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണപ്പാട്ടും കഴിഞ്ഞ് 16-ാം നൂറ്റാണ്ടിലെത്തുമ്പോഴാണ് എഴുത്തച്ഛന്റെ കാലം പിറക്കുന്നത്. എഴുത്തച്ഛൻ നിലവിലുണ്ടായിരുന്ന മലയാള ഭാഷയെ ഒന്ന് ക്രമീകരിച്ചു, ഒന്ന് സംസ്കരിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. അതിലുള്ള ആവശ്യത്തിലേറെയുള്ള ആ ഒരു ഭാഷയുടെ അമിതഭാരം കുറച്ച് അതിനെ ഒന്നും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് സംശീകരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും അതിപ്രസരം കുറച്ചു കൊണ്ടുവന്നു. സംസ്കൃത വൃത്തത്തിൽ എഴുതപ്പെട്ട കാവ്യരചനാ രീതിയിൽ നിന്നും അത് നമ്മുടെ നാട്ടിൽ എത്രയോ കാലമായി പ്രചാരത്തിലുണ്ടായിരുന്ന പാട്ട് കെട്ടുന്ന താളം, ആ താളത്തെ ഭാഷാവൃത്തങ്ങളായി ക്രമീകരിച്ച് കിളിപ്പാട്ട് വൃത്തങ്ങൾ എന്ന് പിന്നീട്
പ്രസിദ്ധമായ എഴുത്തച്ഛന്റെ വൃത്ത വിശേഷങ്ങൾ, കാകളിയും കേകയും കളകാഞ്ചിയും മണികാഞ്ചിയും അന്നനടയും ഒക്കെ അടങ്ങുന്ന കിളിപ്പാട്ട് വൃത്തങ്ങളിൽ ഈ വളരെ ലളിതമായ ഭാഷയിൽ എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എന്ന സംസ്കൃത കാവ്യത്തെ മലയാളീകരിച്ചപ്പോൾ അതൊരു സാമൂഹ്യ ബോധവൽക്കരണത്തിനുള്ള ഉപാധി കൂടിയായി മാറി. വെറും ഒരു രാമകഥ പറയുകയല്ല എഴുത്തച്ഛന്റെ ലക്ഷ്യം. അന്നത്തെ കാലഘട്ടത്തിലെ ആ ഒരു കുത്തഴിഞ്ഞ സാമൂഹ്യ ജീവിതത്തിൽ ആ ജനതയുടെ സാമൂഹ്യ ബോധത്തെ ഉണർത്തുക, അവരുടെ മനസ്സിലെ കെട്ട ചിന്തകളെയും വികാരങ്ങളെയും മാറ്റി നന്മയുടെ ധാർമ്മികതയുടെ സത്യത്തിന്റെ വഴികളിലേക്ക് അവരെ യാത്രയാക്കുക എന്ന ധാർമ്മികമായ ഒരു ലക്ഷ്യവും കൂടി എഴുത്തച്ഛനുണ്ടായിരുന്നു. അത് ബോധ്യപ്പെടുത്തുന്ന ഒരു ഭാഗം തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ള ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം. ഈ പാഠഭാഗം ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗത്തിന്റെ ആമുഖമായിട്ട് ആ കഥ, അതിന്റെ നമ്മുടെ പാഠത്തിന്റെ പശ്ചാത്തലം, ലക്ഷ്മണൻ തന്റെ പിതാവിനെ വധിക്കാൻ, കോപിഷ്ഠനായിട്ട് തന്റെ പിതാവ് ദശരഥനെ വധിക്കാൻ വാളുമായിട്ട് പുറപ്പെടുമ്പോൾ രാമൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. രാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം ഇന്നും കോപത്താൽ സ്വബോധം നഷ്ടപ്പെട്ട് മനുഷ്യനല്ലാതായിത്തീരുന്ന ഏതൊരാൾക്കും നൽകാവുന്ന ഉപദേശം തന്നെയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ പാഠഭാഗം, ഈ കാവ്യഭാഗം കാലാതീതമാകുന്നത്. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികൾ മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ അപകടത്തിലേക്ക് നയിക്കും, വളരെയേറെ ക്ഷണികമായ ഈ ജീവിതം, ആ ജീവിതത്തിന്റെ ആ ക്ഷണികത തിരിച്ചറിയാതെ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഈ അസുരമായ കാലഘട്ടത്തിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ കൃത്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തി ധാർമ്മികമായ ചില ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ കാലത്തും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് എഴുത്തച്ഛന്റെ ഈ കാവ്യഭാഗം. ഈ കാവ്യഭാഗത്തിന്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ ഈ കവിത നടക്കുന്നതിന് മുമ്പ് നമുക്ക് ആ കഥയുടെ ഒരു പശ്ചാത്തലം പറഞ്ഞു തരാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇന്നത്തെ ഈ മലയാളം ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠവും അതിന്റെ പശ്ചാത്തലവും പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം.